അബ്ദുള്ള, ഈ ചർച്ച നടക്കുമ്പോൾ ടെലിവിഷന്റെ ഒരു സ്ക്രീനിൽ ഈ തകർന്നടിഞ്ഞ ഗാസയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ നിന്ന് പലായനം ചെയ്തവർ, അവർ തിരികെ എത്തിയവർ ഒക്കെ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ, അതിനടിയിൽ പെട്ടുപോയവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, എല്ലാ രേഖകളും നഷ്ടപ്പെട്ടവർ, എല്ലാ സമ്പാദ്യവും ഇല്ലാതായവർ, അങ്ങനെ ഒരു ജനത ആണ്. അവരെ പുനർനിർമ്മിക്കും, ഗാസയെ വീണ്ടെടുക്കും, പക്ഷെ അവിടെ ഹമാസിന് ഇടമുണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നു. അതോടൊപ്പം ഇസ്രയേലും പറയുന്നുണ്ട്. ഹമാസിന്റെ ശക്തി ഏതാണ്ട് ക്ഷയിച്ചു കഴിഞ്ഞു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അല്ലായെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല, പ്രതിരോധിക്കാൻ സാധിക്കില്ല, ചെറുത്തു നിൽക്കാൻ സാധിക്കില്ല. ഏതാണ്ട് ഹമാസ് പൂർണ്ണമായും കീഴടങ്ങി എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അവിടെ പുനർനിർമ്മിക്കും ഞങ്ങൾ എന്ന് അമേരിക്ക പറയുകയാണ്. അമേരിക്കയ്ക്ക് ആ സ്വാതന്ത്ര്യമൊക്കെ ആര് കൊടുത്തു എന്നതൊക്കെ എന്തുമാകട്ടെ, പക്ഷെ ഇതിനെ ചെറുക്കാൻ ഹമാസിന് വാക്കുകൾക്കപ്പുറത്ത് എങ്ങനെ സാധിക്കും ശ്രീ ഒ അബ്ദുള്ള? ഹമാസ് ഫീനക്സ് പക്ഷികളെ പോലെ ചാരത്തിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് മധ്യധരണിയായുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന കാലം അതിവിദൂരമല്ല. കാരണം ഹമാസ് വിശ്വസിക്കുന്നതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് ഇസ്ലാമാണ്. ഇതിനേക്കാൾ വലിയ താത്താരികളുടെ ആക്രമണം, താത്താരികൾ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും കീഴടക്കിയത് മംഗോളിയരാണ് താത്താരികൾ എന്നാണ്. അവിടെ ഓരോ പ്രദേശവും കീഴടക്കിക്കൊണ്ട് കടന്നു വന്നിട്ട് അവസാനം ഐൻ ജാലൂത്ത് എന്ന് പറയുന്നതായ ഒരു പ്രദേശം, ആ പ്രദേശത്ത് അന്ന് ഭരിക്കുന്ന ഒരു സ്ത്രീയാ, ഷജറത്ത് ദുർറ എന്ന പേര്. ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അവർ അണിനിരന്നു. അങ്ങനെ ഈ ചെങ്കിസ്ഖാന്റെ പേരക്കുട്ടിയാണ് ഹുലാക്കു ഖാനാണ് അവിടെ അന്ന് ഭരണാധികാരി ഉണ്ടായിരുന്നത് മംഗോളിയരുടെ. അവരെ ചെറുത്ത് തോൽപ്പിച്ച് ഐൻ ജാലൂത്ത് നിന്ന് പരാജയപ്പെടുത്തി ഓടിച്ചിട്ട് പിന്നെ മംഗോളിയക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ചരിത്രം താങ്കളുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക. ഇവരിനി ഒരിക്കലും നീക്കൂല, അവരെ എഴുന്നേൽക്കൂല, അവർ പരാജയപ്പെടുത്തില്ല എന്നൊക്കെ ചരിത്രം വായിക്കണം. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ദുർഘട സന്ധികളിലൂടെ കടന്നു വന്നതായ ഒരു വിശ്വാസ പ്രമാണം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതാണ് ഹമാസ്. ഞാൻ ഇസ്ലാമിന് പിന്നെ പറയാൻ കാരണം ഹമാസിന്റെ വ്യത്യസ്തമാക്കുന്നത് അവർ ഇസ്ലാമിന് മുറുകെ പിടിക്കുന്നവരാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലെ പലതുണ്ട്. അതൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അവർക്ക് കീശയിലാക്കാൻ കഴിയുന്നവരും ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നവരാണ്. ഇവരാവട്ടെ ആൺകുട്ടികളാണ്, അവർ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താൽക്കാലികമായ അമേരിക്കയുടെ മുഴുവൻ ശക്തിയും അമേരിക്കക്ക് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കക്കെതിരെ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലും അമേരിക്ക തെരുവുകളിലും അവരുടെ ഈ വിദേശ നയം മധ്യപൗരസ്ത്യ ദേശത്ത് തെറ്റായ, ഭീകരമായ, കുറ്റകരമായ, ഹീനമായ, നീചമായ നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അമേരിക്കയാണോ ഈ ഇവിടെ കീഴടക്കാൻ പോകുന്നത്? തീർച്ചയായും ഞാൻ താങ്കളെ തടസ്സപ്പെടുകയോ ഇടപെടുകയോ ഒന്നുമല്ല. താങ്കൾ പറയുന്നത് പോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ദയവായി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി കേരളത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ അമേരിക്കയിലും ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഇത് താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിലും ഇത് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണല്ലോ. ആ ശക്തികളും ആൾബലവും അംഗബലവും ഒക്കെ പരിശോധിക്കുമ്പോഴാണല്ലോ ഇതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഹമാസ് ഉയർത്തെഴുന്നേൽക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രക്ഷോഭങ്ങൾ, തിരിച്ചുവരവുകൾ ഒക്കെ ലോകം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവിനാഷ്, എനിക്കൊരു മിനിറ്റ് വേണേ. അതാണ് ഞാൻ ഇത്തരത്തിലുള്ള എല്ലാവിധ അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഈ ഒരു അപരിഷ്കൃത രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും, ആ രാജ്യത്തിന് സോവിയറ്റ് യൂണിയൻ അവിടെ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, അന്നത്തെ റഷ്യ, അവരവിടുന്ന് ഓടിയ ഓട്ടെന്താ? ഇന്നും അവിടെ പുല്ല് മുളച്ചിട്ടില്ല. ആ വഴിയിൽ എന്തൊരു ശക്തിയായിരുന്നു, ലോകത്തെ രണ്ടാമത്തെ ശക്തി. അഫ്ഗാനികളോ അവരുടെ അടുക്കളയിൽ കറി മുറിക്കുന്ന ആ കത്തി കൊണ്ടാണ് അവർ നേരിട്ടത്. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല?
ഇത്തരത്തിലുള്ള എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ അമേരിക്ക ആനയാണ്, അമേരിക്ക കുതിരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതായ വിവരക്കേടിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊന്നേ ഉള്ളൂ, യുദ്ധത്തിൽ പരാജയമല്ല. ഒന്നുകിൽ അവർ രക്തസാക്ഷികളായി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഒരു വാക്കുകൂടി, പൂർവീകങ്ങൾ നിങ്ങൾക്ക് സാധാരണ കേൾക്കുന്നുണ്ടാവും, സ്വർഗീയ സ്ത്രീകളെ പറ്റിയ അവരെ പോയി പ്രാപിക്കാനുള്ള അവസരം അല്ലെങ്കിൽ വിജയം ഈ ഭൂമിയിൽ. അല്ല, ഞാനൊക്കെ അതാ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഒരു സംശയം കൂടി, താങ്കൾ പറയുന്ന ഇസ്ലാമിക മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ടല്ലോ. ഇതേ ഗാസയ്ക്കും പലസ്തീനും ഒക്കെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, അവരും പിന്തുടരുന്നത് ഇസ്ലാമിക ആദർശങ്ങളാണല്ലോ. എന്തുകൊണ്ട് അവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ല? ഹമാസിന് പൂർണ്ണമായ ഒരു ഐക്യപ്പെടാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. അവരൊക്കെ മുസ്ലിം വീടുകളിൽ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതായ മുസ്ലിങ്ങൾ എന്നല്ലാതെ ഹമാസിനെ പോലെ ഇസ്ലാമിക ആദർശത്തെ, ആ ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ഈ ലോകത്തിലെ സാധാരണ നശ്വരമായ ജീവിതം അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കോസിന് വേണ്ടി പോരാടാൻ തയ്യാറെടുത്തവരല്ല. അവർ നേരത്തെ എത്രയോ കാലം സാമ്രാജ്യത്വത്തിന്റെ നുകത്തിൻ കീഴിലായിരുന്നു മധ്യപ്രദേശം. ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവർ ബ്രിട്ടീഷിന്റെ കീഴിലാണല്ലോ ഉണ്ടായിരുന്നത്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ബ്രിട്ടന്റെയും മറ്റ് ജർമ്മൻ മുതലായ രാജ്യങ്ങളുടെ കോളനികളാണ്. അവളിപ്പോ തൽക്കാലം അവർ പോയിട്ടേ ഉള്ളൂ. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തീരുമാനിക്കാനുള്ളതല്ല, അവിടെ ജനത ഉണ്ട്. താങ്കൾ നേരത്തെ സംസാരിച്ച ആള് ഈ ജനതനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആ ജനത ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, അറബ് ജനത. അവരിപ്പോ ഇതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണല്ലോ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയതായ ചാരസംഘടന എന്നും ഈ ഭൂമിയുടെ പൊക്കിളും അട്ടന്റെ കണ്ണും ഒക്കെ കണ്ടവരാന്ന് പറഞ്ഞതായ ഇസ്രായേൽ 1500 ആളെ കൊന്നിട്ട് അവരറിഞ്ഞോ? എല്ലാം ചത്ത് മലച്ചതിന് ശേഷമല്ല അറിഞ്ഞത്. ഒരു കഴിവ് അവർക്കില്ല എന്നല്ല ഇതിനർത്ഥം. എന്താ മനസ്സിലാക്കേണ്ടി? അതുകൊണ്ട് ആ വലുപ്പത്തോടെ നിന്നോട്ടെ. ഇസ്രായേലിന് മര്യാദക്ക് അവിടെ ജീവിക്കേണ്ടിണ്ടെങ്കിൽ അറബികളുമായിട്ട് സൗഹാർദ്ദത്തിൽ എത്തുക. അല്ലെങ്കിൽ അവരുടെ തന്നെ വേദഗ്രന്ഥം പറഞ്ഞ എന്താ, 12 ഗോത്രങ്ങളാണുള്ളത്. ഇപ്പൊ വേദഗ്രന്ഥത്തിലുള്ള വാചകം നമ്മൾ അവരോട് പറഞ്ഞു, അങ്ങനെ ഫജറത്ത് മിൻഹു ഇസ്രത്താൻ എന്നാണ് ഖുർആനെ പറ്റി പറഞ്ഞു. 12 ഗോത്രങ്ങളാണ് ഈ ഇസ്രായേൽ ജനത. ഇത് 13ാമത്തെ ഗോത്രം എവിടെ നിന്നുണ്ടായതാ? ആരാണ് ഈ ജൂതന്മാര്? നേരത്തെ അറിയപ്പെടുന്ന ജൂതവംശമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അവിടുന്ന് ഇവിടുന്നും ഇമിറ്റേഷൻ ജൂതന്മാരായിക്കൊണ്ട് പോളണ്ടിൽ നിന്നൊക്കെ വന്ന് കുടിയേറിപ്പറത്തവരാ. അവരുടെ രക്ഷിതാക്കൾ പോലും ജൂതന്മാരല്ല. അവരിങ്ങനെ അവസരം, നമ്മൾ ഈ മതരാഷ്ട്രവാദത്തിനൊക്കെ അങ്ങേറ്റം എതിർക്കും. ജൂതന്മാരത് ചെയ്യാൻ നമുക്കൊരു എതിർപ്പില്ല. നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ നമ്മൾ അത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയങ്കരമായി എതിർക്കും നമ്മൾ. പക്ഷെ ഇവർ ചെയ്യുകയാണെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അതൊന്നും നിലനിൽക്കൂല. ഒരു പേടി മുസ്ലിങ്ങൾക്കില്ല. ഇസ്ലാം അജയ്യമാണ്. അല്ല, നമ്മളങ്ങനെ മുസ്ലിങ്ങൾക്ക് എന്നൊക്കെ പരത്തി പറയേണ്ടതുണ്ടോ മറ്റുള്ളവർക്ക് ജയിക്കാൻ കഴിയും? അത് ഹമാസിന്റെ ഒരു വികാരത്തെ നമ്മൾ ലോകത്തെ മുസ്ലിങ്ങളുടെ വികാരമായി കണക്കാക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും എന്നെ പോലത്തെ അത് കണക്കാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത് കണക്കാക്കാത്ത നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ അത് കണക്കാക്കുന്നവരാണ്. ശരി, അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് തീർച്ചയായും അങ്ങനെ മതസ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും ഇവിടെ എൻ്റെ സുഹൃത്ത് എന്നതുകൊണ്ട് ഷാബു പ്രസാദിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ജാതിയോ മതമോ അല്ലെങ്കിൽ ബൈബിളാണോ ഭഗവത്ഗീതയാണോ ഖുറാനാണോ പിന്തുടരുന്നത് എന്ന് നോക്കി ഒന്നുമല്ല സുഹൃത്തുക്കളെ നിശ്ചയിക്കുന്നത്. അതിനു